കിങ്ങിണീജാലകോലാഹലാഢ്യം ലസൽപീതവാസോവസാനം ചലന്തം യശോദാംഗണേ യോഗിനാമപ്യഗമ്യം ഭജേഹം മുകുന്ദം ഘനശ്യാമവർണം. എല്ലാവർക്കും ജ്യോതിർഗംഗയുടെ ജ്യോതിഷ പഠന പദ്ധതിയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സൂര്യാദി വ്യാഴപര്യന്തം ഗ്രഹങ്ങളുടെ പൂർണ്ണമായ ഭാവഫലത്തെ പറയപ്പെട്ടു. അതിനുശേഷം ശുക്രന്റെ ഭാവഫല വിഷയത്തിൽ ലഗ്നം മുതൽ 4 രാശികളിൽ ശുക്രൻ നിന്നാൽ അനുഭവിക്കേണ്ടതായ ഫലവിഷയത്തെയും പ്രതിപാദിച്ചു. ഇന്ന് നമുക്ക് പറയേണ്ടത് 5ാമത്തെ രാശിയിൽ ശുക്രൻ നിന്നാൽ അനുഭവിക്കുന്ന ഫലത്തെക്കുറിച്ചാണ്. ആ വിഷയത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. സുപുത്രേപി കിം യസ്യ ശുക്രോ ന പുത്രേ പ്രയാസേന കിം യോ ന സമ്പാദിതർത്ഥ ഉദർക്കം വിനാമന്ത്രമൃഷ്ടാസനഭ്യാമധീരേണ കിം ചേൽകവിത്വേന ശക്രീ. ഒന്നുകൂടി ചെല്ലാം. സുപുത്രേപി കിം യസ്യ ശുക്രോ ന പുത്രേ പ്രയാസേന കിം യോ ന സമ്പാദിതർത്ഥ ഉദർക്കം വിനാമന്ത്രമൃഷ്ടാസനഭ്യാമധീരേണ കിം ചേൽ കവിത്വേന ശക്രീ. സുപുത്രേപി കിം യസ്യ ശുക്രോ ന പുത്രേ പ്രയാസേന കിം യോ ന സമ്പാദിതാർത്ഥ ഉദർക്കം വിനാ മന്ത്രമൃഷ്ടാസനഭ്യ അധീതേന കിം ചേൽ കവിത്വേ ന ശക്രീ. ഇങ്ങനെയാണ് ശ്ലോകം പറയപ്പെട്ടിട്ടുള്ളത്. നമുക്ക് അതിന്റെ സാരത്തിലേക്ക് കടക്കാം. യസ്യ ശുക്രോ പുത്രേ, യസ്യ പുത്രേ ശുക്രോ, യാവനൊരുത്തന് ശുക്രൻ പുത്രഭാവത്തിങ്കൽ നിൽക്കുന്നില്ല എങ്കിൽ എന്നാണ് പറഞ്ഞത്. പുത്രഭാവം എന്ന് പറഞ്ഞാൽ 5ാം ഭാവം നടത്തും. അതായത് ഒരു വ്യക്തിയുടെ സന്താന വിഷയങ്ങളെ ചിന്തിക്കേണ്ടതായ ഭാവമായ 5ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ അനുഭവിക്കേണ്ടതായ ഫലവിഷയത്തെയാണ് ഇവിടെ വിസ്തരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന പദമാണ്. സുപുത്രേപി കിം യസ്യ പുത്രേ ശുക്രോ ന പുത്രേപി കിം സുപുത്രേപി കിം എന്നാണ് അതിന്റെ അന്വയം വരിക. അതായത് ഒരു വ്യക്തിയുടെ 5ാമത്തെ രാശിയിൽ ശുക്രൻ നിന്നിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ സുപുത്രന്മാര് ലഭിക്കും, ഉണ്ടാകും അഥവാ സിദ്ധിക്കും എന്നൊക്കെയാണ് ചോദിച്ചത്. അതിനർത്ഥം 5ാമത്തെ രാശിയിൽ ശുക്രൻ നിന്നാൽ അദ്ദേഹത്തിന് നല്ല സന്താനങ്ങൾ ഉണ്ടാകും എന്നാണ് ആചാര്യൻ ഉദ്ദേശിച്ചത്. അതായത് 5ൽ ശുക്രൻ നിന്നിട്ടില്ലെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് നല്ല കുട്ടികൾ ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ 5ൽ ശുക്രൻ നിന്നാൽ അയാൾക്ക്
നല്ല കുട്ടികളെ ഉണ്ടാകുള്ളൂ, സൽസന്താനങ്ങളെ ഉണ്ടാകുള്ളൂ, സൽപുത്രന്മാരെ ഉണ്ടാകുകയുള്ളൂ എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. മറിച്ചൊരർത്ഥമില്ല. 5-ൽ ശുക്രൻ നിന്നാൽ അദ്ദേഹത്തിന് നല്ല മക്കൾ ഉണ്ടാവുകയില്ല എന്നുള്ള അർത്ഥമല്ല, നല്ല പുത്രന്മാര് ഉണ്ടാകുമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രയാസേന കിം യോ ന സമ്പാദിതർത്ഥം. പ്രയാസേന അതായത് പ്രയാസങ്ങളെ കൊണ്ട്, കഠിനാധ്വാനം കൊണ്ട് ദ്രവ്യം സമ്പാദിക്കാൻ ഉതകാത്ത പ്രവൃത്തി ചെയ്തിട്ട് എന്ത് കാര്യം എന്നാണ് ചോദിച്ചത്. സമ്പാദിതമായ സമ്പാദിതാർത്ഥ, സമ്പാദിക്കാൻ അതായത് അർത്ഥത്തെ സമ്പാദിക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ട് എന്ത് കാര്യം എന്നും ചോദ്യരൂപത്തിൽ ചോദിക്കുന്നു. അതായത് 5-ാമത്തെ രാശിയിൽ ശുക്രൻ നിന്നാൽ അധ്വാനത്തിന് അനുസരിച്ചുള്ളതായ സമ്പാദിതാർത്ഥത്തെ, ദ്രവ്യം സമ്പാദിക്കാൻ കഴിയുന്നവനായിരിക്കും എന്നർത്ഥം. അതായത് 5-ൽ ശുക്രൻ നിന്നിട്ടില്ല എങ്കിൽ ഇദ്ദേഹം എങ്ങനെയാണ് സമ്പാദിക്കാൻ, ദ്രവ്യങ്ങൾ സമ്പാദിക്കാൻ കഴിയാത്ത അധ്വാനം കൊണ്ട് എന്താണ് കാര്യം എന്നാണ് ചോദിച്ചത്. അപ്പൊ ദ്രവ്യങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്നതായ അധ്വാനമായിരിക്കും ഇദ്ദേഹത്തിന് ഉണ്ടാകുക എന്നർത്ഥം. വളരെയധികം കഷ്ടപ്പെട്ടാലും ദ്രവ്യത്തെ സമ്പാദിക്കാനുള്ളതായ കഴിവ് ഈ വ്യക്തിക്ക് ഉണ്ടാകും എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഉദർക്കം വിനാ മന്ത്രമൃഷ്ടാസനഭ്യ. ഉദർക്കത്തെ കൂടാതെ മന്ത്രമൃഷ്ടാസനങ്ങളെ കൊണ്ട് എന്ത് ഫലം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉദർക്കമ്മിന ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് പരലോകത്തിലേക്ക് ശ്രേയസ്സിനെ ഉണ്ടാകാത്ത, പരലോക ശ്രേയസ്സിനെ ഉണ്ടാക്കാത്ത വിധത്തിലുള്ള മന്ത്രങ്ങളെ ജപിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ 5-ൽ ശുക്രൻ നിന്നാൽ പരലോകത്തിൽ ശ്രേയസ്സിനെ ഉണ്ടാക്കുന്നതായ മന്ത്രജപത്തെ അനുവർത്തിക്കാൻ കഴിയും എന്നർത്ഥം. അതേപോലെ മൃഷ്ടാസനാഭ്യ, മൃഷ്ടാസനങ്ങളും അങ്ങനെയാണ്. വയറ് തൃപ്തിയില്ലാത്ത അല്ലെങ്കിൽ ഉദരതൃപ്തി വരാത്ത മൃഷ്ടാന്നത്തെ ഭുജിച്ചിട്ട് എന്താണ് ഫലം എന്ന് പറയുകയാണ്. അപ്പോ വളരെയധികം മനസംതൃപ്തിയോടുകൂടി ഉദരപൂർത്തീകരണം ഉണ്ടാകുന്നതായ വിധത്തിലുള്ള മൃഷ്ടാന്നമായ ഭോജനത്തെ അനുഭവിക്കാൻ കഴിയുന്നതായ വ്യക്തിയായിരിക്കുമെന്നാണ് അർത്ഥം. ഇതൊക്കെ ചോദ്യരൂപത്തിലാണ് പറഞ്ഞതെങ്കിലും ഇതൊക്കെ 5-ൽ ശുക്രൻ നിന്നിട്ടില്ല എങ്കിൽ എന്ന് ആദ്യം പറഞ്ഞതുകൊണ്ട് 5-ൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഫലങ്ങളൊക്കെയാണ് അനുഭവിക്കുക എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അധീതേന കിം ചേൽ കവിത്വേ ന ശക്രി. കവിത്വത്തിങ്കൽ ശക്തിയില്ലെങ്കിൽ അധീതത്വം കൊണ്ട്, അധീതം കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് അവസാനത്തെ വരി. നല്ല കാവ്യങ്ങളെ
ഉണ്ടാക്കുവാൻ അഥവാ രചിക്കുവാൻ ശക്തനായിരിക്കും. അതിന് തക്കവിധം വേണ്ടുന്നതെല്ലാം പഠിച്ചിരിക്കുമെന്നർത്ഥം. അതായത് വളരെയധികം പഠിപ്പുകൾ ഉണ്ടായിട്ട് എന്താണ് കാര്യം? കാവ്യങ്ങളെ രചിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അഞ്ചാം ഭാവത്തിൽ ശുക്രൻ നിന്നിട്ടില്ല എങ്കിൽ ഇയാൾക്ക് പാണ്ഡിത്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും കവിത്വശക്തി ഇല്ലാതെ പോകുമെന്ന് പറഞ്ഞാൽ, അഞ്ചിൽ ശുക്രൻ നിന്നാൽ അദ്ദേഹത്തിന് പാണ്ഡിത്യവും അതോടൊപ്പം കവിത്വത്തിങ്കൽ ശക്തിയും ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അർത്ഥം. ഇതൊക്കെ ഓരോന്ന് ചോദ്യരൂപത്തിലാണ്. അതിൽ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ആദ്യം ശുക്രൻ നിന്നിട്ടില്ല എങ്കിൽ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇതിന്റെ ഒക്കെ അർത്ഥം ഗുണരൂപത്തിൽ വരുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കിയാൽ മാത്രം മതി. ഒന്നുകൂടി ചെല്ലാം. സുപുത്രേപി കിം യസ്യ ശുക്രോ ന പുത്രേ പ്രയാസേന കിം യോ ന സമ്പാദിതർത്ഥ ഉദർക്കം വിനാ മന്ത്രമുഷ്ടാസനഭ്യ അധീതേന കിഞ്ചിൽ കവിത്വേന സക്രീ. ജനന സമയത്തിങ്കൽ ശുക്രൻ അഞ്ചാം ഭാവത്തിങ്കൽ നിൽക്കുന്നില്ലെങ്കിൽ നല്ല പുത്രന്മാരുണ്ടാകുക എന്ന കാര്യത്തിൽ ഒന്നും സിദ്ധിക്കുകയില്ല. ദ്രവ്യം സമ്പാദിക്കാനുതകാത്ത അധ്വാനം കൊണ്ട് എന്താണ് കാര്യം? പരലോകത്തിലേക്ക് ശ്രേയസിനെ ഉണ്ടാക്കാത്ത മന്ത്രജപം കൊണ്ട് എന്ത് ഫലം? ഉദരതൃപ്തി വരാത്ത മൃഷ്ടാന്ന ഭക്ഷണം കൊണ്ട് എന്ത് ഫലമാണ് സിദ്ധിക്കുക? കാവ്യങ്ങളെ ഉണ്ടാക്കാൻ ശക്തിയെ ഉണ്ടാക്കാത്ത പഠിപ്പ് കൊണ്ട് എന്താണ് ഫലം? എന്നാൽ ശുക്രൻ അഞ്ചാമിടത്ത് നിന്നാൽ നല്ല പുത്രന്മാരുണ്ടാകും. ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടെല്ലാം ധനത്തെ സമ്പാദിക്കാൻ കഴിയും. പരലോകത്തിലേക്ക് ശ്രേയസിനെ വരുത്തുന്ന മന്ത്രജപം സാധിക്കും. ഉദരതൃപ്തി വരത്തക്കവണ്ണം പഥ്യമായും മൃഷ്ടമായുമുള്ള ഭക്ഷണത്തെ സിദ്ധിക്കും. നല്ല കാവ്യങ്ങളെ ഉണ്ടാക്കാൻ ശക്തനായിരിക്കും. അതിന് തക്കവണ്ണം വേണ്ടുന്നതെല്ലാം പഠിച്ചിരിക്കും എന്ന് ഈ ശ്ലോകത്തിന്റെ അർത്ഥമാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആറാം ഭാവത്തിൽ ശുക്രൻ നിന്നാലുള്ളതായ ഫലവിഷയത്തെ പറയാം. ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.